ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന ധനകാര്യ സ്ഥാപനത്തിൽ വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ BJP കൌൺസിലർമാരും. സൊസൈറ്റി സെക്രട്ടറി നീലിമ ആർ കുറുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. 1/2 കോടിയോളം രൂപയാണ് സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യത. എന്നാൽ എന്തുകൊണ്ട് റിക്കവറി നടപടികളിലേക്ക് പോയില്ല എന്ന ചോദ്യത്തിന് സൊസൈറ്റി സെക്രട്ടറി മറുപടി പറഞ്ഞില്ല. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, വേണ്ടപ്പെട്ടവരാണ് അപ്പോൾ പണം തിരിച്ചടയ്ക്കാതെ അനിലിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന സൂചനകൾ നൽകുന്നതല്ലേ സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി? തീർച്ചയായിട്ടും സുജയ, സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള നീലിമാർ കുറുപ്പിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ചില നിർണായക ചോദ്യങ്ങൾക്ക് അവർ മറുപടിയും നൽകിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അവർ നൽകിയ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ BJP നേതാക്കൾ വരെ ഈ വായ്പ എടുത്തിരുന്നു എന്നുള്ള വിവരം. പ്രത്യേകിച്ച് BJP കൗൺസിലർമാർ, അനിലിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള BJP കൗൺസിലർമാർ അവിടെ നിന്ന് വായ്പ എടുത്തിരുന്നു. സ്വാഭാവികമായിട്ടും വായ്പ എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ആ വായ്പ തിരിച്ചടയ്ക്കാത്തവരിലും ഈ BJP കൗൺസിലർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് നീലിമ അല്ലെങ്കിൽ സൊസൈറ്റി സെക്രട്ടറി നൽകിയിട്ടുള്ളത്. അവരുടെ ഒരു പട്ടിക കൈമാറണം എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആ പട്ടിക പൂർണ്ണ തോതിൽ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ വായ്പ കൊടുത്തത്, അതായത് വായ്പ കൊടുത്തിട്ടുള്ളത് തിരിച്ചു ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ പണം തിരിച്ചു കിട്ടാനുണ്ടെന്ന് നേരത്തെ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ അവർ അക്കാര്യം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതായത് 1/2 കോടിയോളം രൂപയുടെ മാത്രം, അതായത് 50 ലക്ഷത്തോളം രൂപയുടെ മാത്രം ബാധ്യതയേ ഉള്ളൂ സൊസൈറ്റിക്ക് എന്നുള്ളൊരു വാദമാണ് അവർ പോലീസിന് മുൻപിൽ വെച്ചത്. പക്ഷേ പോലീസിന്റെ കയ്യിലേക്ക് ഈ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും ലഭിച്ചു കഴിഞ്ഞാൽ നീലിമയുടെ അല്ലെങ്കിൽ സൊസൈറ്റി സെക്രട്ടറിയുടെ വാദങ്ങൾ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ പണം മാത്രമേ തിരിച്ചു കിട്ടാനുള്ളൂ, അത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്നുള്ള രീതിയിലും അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും നേരിടാൻ അനിലിന് കഴിഞ്ഞില്ല. അതായത് സാമ്പത്തിക ബാധ്യത എന്നുള്ളൊരു പ്രശ്നം അനിലിനെ ഏറെ തളർത്തിയിരുന്നെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് നീലിമ പറയുന്നത്. പക്ഷേ ഇത്രത്തോളം രൂപ വായ്പ തിരിച്ചു ലഭിക്കാനുണ്ട്. അങ്ങനെ തിരിച്ചു ലഭിക്കാനുള്ള സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ സൊസൈറ്റി നീങ്ങാറുള്ള ഒരു വഴിയാണ് റിക്കവറി പ്രോസസ്. ആ റിക്കവറി നടപടികളിലേക്ക് എന്തുകൊണ്ട് സൊസൈറ്റി കടന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലായിരുന്നു സെക്രട്ടറിക്ക് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ മറുപടികൾ ലഭിക്കും വരെ മൊഴിയെടുപ്പ് തുടരാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി വീണ്ടും സെക്രട്ടറിയെ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സുജയ. ഹരിമോഹനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ എന്താണ് നടന്നത്? തിരുമല അനിലിന്റെ മരണത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഈ സാമ്പത്തിക ബാധ്യതകൾ അത് പരിഹരിക്കപ്പെടാതെ കിടന്ന ഒരു പ്രശ്നമായി മാറിയോ? അതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അന്വേഷണ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ തത്സമയം എത്തിച്ചുകൊണ്ടേയിരിക്കും.